और आज सुबह ही वक्त भी और ऐसी दर्द है और गर्म पानी पीते हुए बैठते हैं। മാത്രമല്ല രാവിലെയും ഓണാകാനും അല്പം താമസിച്ചു പോയി. അതിനും ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. हमारा ये डिवाइसर चालू होने के लिए रुकावट दे, लेकिन प्रभु ने और उसमें भी मदद की है। അത് കഴിഞ്ഞിട്ട് വർഷിപ്പിന് വേണ്ടി കാത്തിരുന്നപ്പോൾ വർഷിപ്പ് കാര്യം കാണാനില്ല. और आज सुबह ही की परेशान वर्षिप के लिए और वो लोग भी आया नहीं है। പലപ്പോഴും ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ തന്നെ പലരും ഇങ്ങനെ വരാതിരിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. और प्रतीक्षा के साथ हम बढ़ रहा है, लेकिन जो कुछ प्रतीक्षा नहीं देते हैं वो देखे हुए भी मन दुखित होता है। എന്നാൽ ദൈവം അവയെ തക്ക സമയത്ത് തന്നെ സകലതും ചെയ്യുന്ന ദൈവം അതിന്റെ സമയത്ത് ചെയ്തെടുക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. मसीह ने उसी घड़ी में हमारे लिए काम कार्य करते हैं और उसी प्रति मैं मसीह को धन्यवाद देता हूँ। കാരണം നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. प्रार्थना सुनने वाला मसीह हमारा जीवन में बहुत सारे काम किया करता है। അതെ, നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലും അപ്പുറമായി നമുക്ക് വേണ്ടി സകലതും ചെയ്യുന്ന ദൈവം. हम प्रार्थना करते हैं और व्यवहार होते हैं, ये सभी में उसी से भी अलावा मसीह हमारे लिए जागते हैं, करते हैं। എന്നാൽ ആ ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നാം ആ സാന്നിധ്യത്തിൽ എപ്പോഴും നിറഞ്ഞിരിക്കുക. और मसीह की मजदूरी में चरणों पर आते हैं, मसीह हमारा साथ बात करने के लिए तैयारी है। അപ്പൊ ആ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ എങ്ങനെ ആയിരിക്കണം, അതാണ് ഇന്നത്തെ ചിന്താ വിഷയം. आज विचिंतन करने के लिए यही मन में आया है, हम परमेश्वर से और परमेश्वर हमारा साथ व्यवहार होने के लिए हम क्या किया करे, उसके बारे में मनन करेंगे। അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഹെഡിങ് ഇങ്ങനെ കൊടുത്തത്, എല്ലായ്പ്പോഴും ദൈവഭക്തിയോടിരിക്കാം. इसी कारण में शीर्ष में मैं यही दी और हर समय मसीह की बात में जागते ही रहे। അതെ, ദൈവസന്നിധിയിൽ ഭയഭക്തിയുള്ളവരായി തീരുക. परमेश्वर के सामने भयभक्ति के साथ स्तुति आराधना दे। നമുക്കറിയാം, ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും അവരവരുടെ ദൈവങ്ങളെ ഭയഭക്തിയോടുകൂടെ ആരാധിക്കുന്നു. आजकल दिनों में दुनियादारी सारे लोग अपना आराधना पुरुष देवी देवताओं को भयभक्ति मानते हुए स्तुति आराधना देता है। ഞാൻ പല സ്ഥലങ്ങളിലും പോയി പ്രവർത്തിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. कई प्रकार कई जगहों में जाकर सेवकाई करने के लिए प्रभु की दास को प्रभु ने अवसर दी है। ഒരിക്കൽ കാട്ടിന്റെ ഉള്ളിൽ താമസിക്കുന്ന ജനങ്ങളോട് സുവിശേഷം പറയുവാൻ, അവരുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. एक बार परमेश्वर के दास को जंगल के अंदर जंगली रीति जगते जो लोगों का साथ मसीह की वचन बांटने के लिए अवसर दी है। അവിടെ ഏതുവിധമായ പ്രീസലോട് എന്താ പ്രീസലോട് ഏതുവിധമായ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. वहां पर ये आजकल दिनों में हम देखते हैं जो कोई कुछ व्यवहार वहां पर नहीं होता है। അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ വെറും കാളവണ്ടി മാത്രമേ പോകത്തുള്ളൂ. वहां पर ये बैलगाड़ी केवल वहां पर जाते हैं। ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾ സുവിശേഷം അറിയിക്കുവാൻ ഒരിക്കലും ഒരു അവസരം ലഭിച്ചു. वो बैलगाड़ी जाते हैं, अच्छा रोड भी नहीं है, ऐसी जगहों में जाकर मसीह का सुसमाचार संदेश बांटने के लिए प्रभु ने अवसर दिया है। അവിടെ ചെല്ലുമ്പോൾ അവിടെ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ മരത്തിന്റെ കീഴിൽ കല്ല് വെച്ച് അതിൽ കുറച്ച് മഞ്ഞവെള്ളം ഒഴിച്ച് അതിൽ പൂവിട്ട് ആരാധിക്കുന്ന ജനങ്ങളെ കാണാനിടയായി. जो वृक्ष के नीचे कुछ हल्दी डालकर वो कलर डालकर पत्र के ऊपर प्रार्थना करते हैं, सेवा करते हैं, जो लोगों को वहां पर देख सकते हैं। അവർ അതിനെ ഭയഭക്തിയോടെ ആരാധിക്കുന്നത് കാണുവാനിടയായി. भयभक्ति के साथ उसको आराधना करते हैं, मैं वो देखा है.
അവർക്ക് ദൈവത്തെ അറിയത്തില്ല, ദൈവം ആരെന്നറിയത്തില്ല, എങ്കിലും ഒരു ദൈവമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. भगवान मसीह यीशु और ईश्वर कौन है, कहाँ है, उनको मालूम नहीं है, लेकिन एक बात उनको निर्णय है, एक अज्ञानित ईश्वरीय का सानिध्य उन्हीं का साथ है. അപ്പോ എല്ലാവരും ദൈവമുണ്ട് എന്നും ദൈവത്തെ ആരാധിക്കുന്നവരാ, അവർ ദൈവത്തെ ഭയഭക്തിയോടെ ആരാധിക്കുന്നവരാ. सारे लोग है ईश्वर को भय मानने वाले हैं, भयभक्ति के साथ ईश्वर को आराधना देता है. എന്നാൽ ഇന്നത്തെ കാലത്ത് ഞാൻ നോക്കുമ്പോൾ ഭയഭക്തി കുറഞ്ഞത് വിശ്വാസികൾക്ക്. आजकल दिनों में हम देखते हैं भयभीत नहीं है विश्वासियों के बीच में. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് പറയുന്നവരാണ് ഭയഭക്തി ഇല്ലാതെ ദൈവത്തെ ആരാധിക്കുന്നത്. और यीशु को ग्रहण किया है, अपनाया है, आराधना देते हैं, आराधना करते हैं. विश्वास में आए हुए लोग भय बिना जाते हैं. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, നമ്മൾ എല്ലായ്പ്പോഴും ഭയഭക്തിയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുക. इसी कारण में मसीह का सुसंदेश हमको सुना देता है, भयभीत के साथ मसीह को स्तुति आराधना दे. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. आज सुबह के वक्त एक वचन से हम मनन करें. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. निर्गमन की पुस्तक और 32वां अध्याय की 6वीं पद. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: പിറ്റന്നാൾ അവർ അതികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു, സമാധാന യാഗങ്ങൾ അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. और निर्गमन की पुस्तक 32वां अध्याय 6वें पद में यही वचन दिया है, और दूसरे दिन लोगों ने भोर को उड़कर होम बलि चढ़ाए और मेल बलि ले आया, फिर बैठकर खाया पिया और उड़कर खेलने लगा. നമുക്കെല്ലാം സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് പകൽക്കാലം നമ്മൾ വായിച്ചത്. ये वचन, ये मात्रा सुपरिचित वचन है. കാരണം നമ്മൾ മിക്കവാറും ഈ വചനത്തെ കുറിച്ച് കേൾക്കാറുണ്ട്, ഇതിനെക്കുറിച്ച് നമുക്ക് നല്ല അറിവുള്ളവരാണ്. बहुत सारे समय इसके बारे में सुना होगा और चिंतन विचिंतन भी इसमें से होता है. ഇതിന്റെ കാര്യകാരണ സഹിതം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എങ്കിലും ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് എന്താ സംസാരിക്കാനുള്ളതെന്ന് നമുക്ക് കാതോർക്കാം. इसका इतिहास क्या होता है उसका बारे में जानकारी है, लेकिन आज सुबह ही वक्त ये वचन हमारे लिए क्या कहते हैं उसका बारे में हम थोड़ा जानते रहे. തൽക്കാലം നമുക്ക് പ്രാർത്ഥനയോടുകൂടെ തന്നെ ദൈവസന്നിധിയിലായിരിക്കാം. प्रार्थना पूर्वक बढ़ जाए. നിശ്ചയമായിട്ടും ദൈവത്തിന് നമ്മോട് പറയുവാനുള്ളത് ദൈവം നമ്മെ അറിയിക്കും. निश्चय ही मसीह को हमारा साथ बात करने की बात को हम ध्यान से सुने. ആമേൻ. ഇവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനങ്ങളുടെ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. यहाँ पर इसराइलियों को हाल को वहां पर देखते हैं. മിസ്രയീമിൽ കഷ്ടതയിലായിരുന്നപ്പോൾ അവർ യഹോവയോട് നിലവിളിച്ചു. मिस्र देश में दुखी खेदित में थे, तब यहोवा की ओर रोया है और चिल्लाया है. എന്നാൽ ദൈവം അവരെ സ്വതന്ത്രമാക്കി സ്വർഗീയ ഭക്ഷണവും സ്വർഗീയമാകുന്ന അല്ലെങ്കിൽ ഹോരേബിലെ വെള്ളവും അവരെ കുടിപ്പിച്ചു. ये गुलाम में रहे थे, वहां हमसे छुटकारा दिया, आजादी दी और मरुस्थल में लाया है, उनको स्वर्गीय पानी और आहार उनको खिलाया पिलाया है. അവർ തിന്ന് തൃപ്തരായപ്പോൾ ദൈവത്തെ മറന്നു കളഞ്ഞു. खाते हुए संतृप्त हो गया, मसीह यहोवा परमेश्वर को त्याग किया है. അതാണ് ഇവിടെ പറയുന്നത്. അവർ ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. इसी कारण में यहाँ पर हम पाया जाता है, उन्होंने खाने पीने के लिए बैठा और उड़कर खेलने लगे. ഞാൻ ചില സമയത്ത് ഇങ്ങനെ പറയാറുണ്ട്, ചിലർക്കെല്ലാം ഈ ഭക്ഷിക്കാനും കുടിക്കാനും കൊടുക്കാത്തതിന്റെ കാരണം ഇവർ ചിലപ്പോൾ കളിക്കാൻ എഴുന്നേൽക്കും. और परमेश्वर की दास ने इसी प्रकार की बात
सोचते हैं, कहते हैं ज्यादा से ज्यादा खाने पीने के लिए नहीं देते हैं, कारण उन्होंने खेलने के लिए खड़ा रहेंगे। ആ തിന്ന് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് കളിക്കണം. खाते पीते और संतृप्त होते, इसके आगे का काम खेलने के लिए उड़ते हैं। ഇന്ന് ആത്മീയ ഗോളം എന്ന് പറഞ്ഞത് ഇന്ന് വെറും ഒരു കളി തമാശയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. आत्मिक लोगों का बीच में खेल कूदने का हाल आगे बढ़ गई है। ഒരു സമയത്ത് ഭയഭക്തിയോടുകൂടെ ദൈവത്തെ ആരാധിച്ചിരുന്നവർ ഇന്ന് അത് കളിയാക്കി മാറ്റിയിരിക്കുക. तो एक कष्ट की दुख की समय में मसीह को इतनी भयभीत होकर आराधना स्तुति किया हुए लोग आजकल दिनों में सब कुछ है, इसी कारण में खेल कूदने के लिए खड़ा हुआ। കാരണം ആമേൻ ഇന്ന് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന, അങ്ങനെയാണ് നടക്കുന്ന ഇന്നത്തെ സാഹചര്യം പറഞ്ഞിട്ട് ഇന്ന് അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. आजकल दिनों में हम देखते हैं और सब कुछ मनुष्य के हाथ में है, घर पे है, इसी कारण में दुखित रहने का कोई जरूरत नहीं होता है। ഒരു സമയത്ത് ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ദൈവസന്നിധിയിൽ നിലവിളി ഉണ്ടായിരുന്നു. एक समय में उपवास था, प्रार्थना था और आंसू बहाकर रो रो कर प्रार्थना करते रहते थे। ആ സമയത്ത് ഒന്നുമില്ല, ഒരേ ഒരു ആശ്രയമേ ഉള്ളൂ, ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങൾക്കൊരു വിശാലത വരുത്തണം, ഞങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തണം. उसी समय में चिल्ला चिल्ला कर आंसू बहाकर प्रार्थना किया करता था और यहोवा हमारा परिस्थिति को बदल डाल। എന്നാൽ ആ പ്രാർത്ഥനയും ഉപവാസവും കാരണം ദൈവം അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകി കൊടുത്തു. इसी कारण में वो प्रार्थना के जवाब यही है, यहोवा परमेश्वर ने सब कुछ इन्हीं के लिए दी है। ജാതികളുടെ മുമ്പേ ലജ്ജിക്കാതിരിക്കുവാൻ, ജാതികളുടെ മുമ്പേ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കുവാൻ ദൈവം അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകി കൊടുത്തു. जातियों का अन्य जातियों का बीच में दुखित खेदित ना हो, शंकित नहीं हो, और परमेश्वर ने सब कुछ इनको दिया है। അതെല്ലാം എല്ലാം തൃപ്തരായപ്പോൾ ഇപ്പൊ ഉപവാസവും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, ആരാധനയും വേണ്ട. सब कुछ होकर तृप्त हो गया, सब कुछ घर पे है, इसी कारण में उपवास की जरूरत नहीं, प्रार्थना की जरूरत नहीं। ആദ്യകാലത്തിൽ അതൊരു അനുഭവമായി അവർ കൊണ്ടു നടന്നു. और पुराना समय में लोग एक अनुभव के साथ ये लाउल रहे थे, പിന്നീട് അത് ഇപ്പൊ ഒരു അനുകരണമായി മാറി. और आजकल दिनों में एक इतिहास की नाई बन गई है। എന്നാൽ ഇപ്പോ എന്ന് പറഞ്ഞാൽ ഇതൊരു ആചാരമായി മാറിയിരിക്കുക. आजकल दिनों में हम देखते हैं और निरंतर करते रहते, एक व्यवस्था की आधार पर हो गया है। അതെ, പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്തിന്റെ അനുഭവം അനുഭവത്തിൽ നിന്ന് മാറി അനുകരണം വന്നു, അനുകരണത്തിൽ നിന്ന് ഇപ്പൊ ഒരു ആചാരമായി മാറിക്കൊണ്ടിരിക്കുക. और पेंटेकोस्ट के पहले के समय में इतनी आराधना होकर करते हुए संतृप्त हुआ था, वो लोग दूसरों ने किया, वो उसका पीछे हाल रखा। अभी आजकल दिनों में एक ऐसा मामूली काम कार्य के लिए समय रखा है। ഞാനൊരു സഭയിൽ ശുശ്രൂഷിച്ചപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ ആരാധന കൊണ്ട് എനിക്കൊരു സംതൃപ്തിയും ലഭിക്കുന്നില്ല, ഒരു സന്തോഷവും ലഭിക്കുന്നില്ല. एक दिन में एक आराधनालय में जाकर आराधना के लिए गया, वहां पर वो काम देखते हुए, आराधना देखते हुए परमेश्वर के दास ने कहा, मुझे इसी में से तृप्त नहीं होते। ഞാൻ പറഞ്ഞു, ഇവിടത്തെ ഈ ആരാധനയിൽ എനിക്ക് സംതൃപ്തി ലഭിച്ചില്ലെങ്കിൽ പിന്നെ ദൈവം എങ്ങനെ സന്തോഷിക്കും, ദൈവം എങ്ങനെ പ്രസാദിക്കും? परमेश्वर के दास ने यही बात कहने लगा, मुझे ये आराधना में तृप्त नहीं होता है, तो यहोवा परमेश्वर ने ये आराधना में कैसे संतुष्ट रहेंगे? ഒരു സമയത്ത് സകലതും മറന്ന് ദൈവത്തെ ആരാധിച്ചവർ, ദൈവത്തിന് വേണ്ടി സമയം കൊടുത്തവർ ഇന്ന് ദൈവത്തിന് കൊടുക്കാൻ സമയമില്ല. एक समय में परमेश्वर के लिए समय दिए देते थे, आराधना योग्य परमेश्वर को आराधना करते थे, संकट में भी आनंद होकर आनंद मनाया। वो लोग आजकल दिनों में परमेश्वर को समय देने के लिए उन्होंने समय नहीं रखते हैं। എനിക്ക് ആമേൻ ഒരു വിശ്വാസി ഉണ്ടായിരുന്നു മുമ്പ്. ആ വിശ്വാസിയുടെ അവസ്ഥയാ ഇവിടെ ഞാൻ ഈ കണ്ടത്. परमेश्वर के दास को प्रथम समय पहले के समय एक विश्वासी थे,
वो विश्वासी की हाल आजकल दिनों में हम देखते हैं। മാറി ഉടുക്കാൻ ഒരു വസ്ത്രമോ കിടന്നുറങ്ങുവാൻ നല്ലൊരു പായ് പോലും ഇല്ലാതെ ഒരു ബെഡ്ഷീറ്റ് പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് ദൈവ സന്നിധിയിലേക്ക് കടന്നു വന്ന ഒരു കുടുംബം. और वो परिवार में सोने के लिए एक चटाई नहीं, लपाटने के लिए एक चादर नहीं, खाने के लिए कोई खुराक नहीं, ऐसे प्रकार जीवन बिताया हुआ वो एक व्यक्ति ദൈവസന്നിധിയിൽ വന്നിരുന്നു. ആമേൻ. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. സഭയായിട്ട് പ്രാർത്ഥിച്ചു. അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥന നടത്തി. ദൈവം അവരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. और मंडली समेत जाकर उनका घर में जाकर प्रार्थना किया, निरंतर प्रार्थना में लवलिन रहा और परमेश्वर की ओर से और अनुग्रह मांगा, लेकिन वो परमेश्वर ने उनका हाल को बदल डाल दिया है। അവരുടെ ആമേൻ ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് നേരെ ദൈവം മറിച്ച് ആ ദേശത്തിൽ ദൈവം അവരെ മാനിച്ചു. पहले समय में उनका हाल को बदल डालकर वो देश में भी परमेश्वर ने उनको उठाया, आदर दिया। അത്രത്തോളം ആദരവും അനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ ലഭിച്ചപ്പോൾ ആ സ്ത്രീക്ക് ഒരു അഹങ്കാരം കയറി. और इतना तक परमेश्वर को आराधना किया करता था, उसी समय परमेश्वर से पीछे हटकर जितना आगे आया इतना पीछे चले गया। കാരണം അസ്ഥികൂടമായിരുന്ന സഹോദരി ഇപ്പൊ നല്ല തടിച്ചിട്ടുണ്ട്, വണ്ണം വെച്ചിട്ടുണ്ട്, ഇപ്പൊ ഇരിക്കാൻ പറ്റുന്നില്ല. और वो स्त्री ने, उनकी औरत ने दुर्बलता में थे, वो आजकल दिनों में खाना अच्छा खाना खाकर शरीर तगड़ा मोटा हो गया है। ഇപ്പൊ പറയാ പാസ്റ്റേ നമുക്ക് ഇത്രയും സമയം ആരാധിക്കാൻ പറ്റത്തില്ല, ആരാധന സമയം കുറയ്ക്കണം, 1 മണിക്കൂറോ 1.5 മണിക്കൂറോ മതിയെന്ന്. अभी कहते हैं ये पास्टर साहब मुझे ये शरीर इतना वजन में भारी हो गया, इतना समय तक बढ़ नहीं सकता, आराधना समय 1 घंटा नहीं है तो 1.5 घंटा ज्यादा रखना। ഞാൻ പറഞ്ഞു ഇപ്പൊ ഉള്ളതിനേക്കാൾ ഇനി സമയം കൂട്ടത്തേ ഉള്ളൂ, സമയം കുറയ്ക്കുന്ന പരിപാടി എനിക്കില്ലെന്ന് പറഞ്ഞു. और परमेश्वर के दास ने यही बात कहने लगा, इतने समय बढ़ नहीं सकता है तो समय आगे बढ़ाएंगे मैं। ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആ സഹോദരി ആ ഭർത്താവിനോട് പറഞ്ഞു നമുക്ക് വേറെ ചർച്ചിൽ പോവാൻ. वो बहन ने उनका पति की ओर ये बात कहने लगा, ये आराधनालय में नहीं दूसरे आराधनालय में जाएंगे। വേറൊരിടത്ത് 1.5 മണിക്കൂർ ആരാധിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ നമുക്ക് പോവാം, ഇവിടെ 3 മണിക്കൂർ ആരാധന. और वहां पर 1.5 घंटा आराधना है, यहाँ पर 3 घंटा आराधना है। ഞാൻ അവരോട് പറഞ്ഞു സന്തോഷമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. और परमेश्वर की दास ने वो स्त्री को कहने लगी, आनंद से चले जाओ। ആ സഹോദരൻ 2-3 ഇടത്തൊക്കെ പോയി നോക്കി, അദ്ദേഹത്തിന് ഒരിടവും തൃപ്തി വരുന്നില്ല, അദ്ദേഹം തിരികെ എന്റെ അടുക്ക് വന്നു. और 2-3 जगह पर गया और संतृप्त नहीं, इसी कारण में वापस परमेश्वर के दास के साथ आया। എന്നോട് പറഞ്ഞു പാസ്റ്റർ എന്റെ വൈഫ് പറഞ്ഞു ഇവിടെ ഇനി ആരാധനയ്ക്ക് വരുന്നില്ല, വേറെ സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് ഒരിടത്തും തൃപ്തി കിട്ടുന്നില്ല. परमेश्वर के दास को यही बात कहने लगा, यहाँ पर संतृप्त नहीं, इसी कारण में दूसरा जगह गया हुआ सारे जगहों में संतृप्त नहीं होता, मैं वापस आपके साथ आने के लिए आग्रह रखता है। ആ സഹോദരൻ നന്നായിട്ട് ആരാധിക്കുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന ഒരു സഹോദരൻ. वो भाई पति अच्छे रीति पर आराधना करने वाले हैं। ഞാൻ ആ സഹോദരനോട് പറഞ്ഞു സഹോദര, സ്വന്തം വീട്ടിൽ കിടന്ന് കിട്ടുന്ന ഉറക്കം വേറൊരു വീട്ടിൽ ചെന്നാൽ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. वो भाई को ये बात कहने लगा, अपने कटिया में अपना घर में सोने का सुख और घर में जाएगा तो नहीं मिलता है। പ്രീസലോ. പക്ഷെ അദ്ദേഹം ആമേൻ കുറച്ചു ദിവസം വന്നു, ഭാര്യയുടെ നിർബന്ധം കൊണ്ട് വീണ്ടും പോയി. थोड़ा 7 दिन और आगे आया, फिर वो पत्नी ने उसके कारण से वो वापस चले गया। എന്നാൽ പ്രീസലോട് ദൈവം അവരുടെ ആ സ്ഥിതിക്ക് വീണ്ടും വലിയ വ്യത്യാസങ്ങൾ വരുത്തുവാൻ ഇടയായി തീർന്നു. परमेश्वर ने उनका हाल को बदल डाल दिया। കാരണം അനുഗ്രഹിച്ച ദൈവം തന്നെ ആ അനുഗ്രഹത്തെ ഒന്ന് പിൻവലിക്കാൻ തുടങ്ങി. अनुग्रह दिया हुआ मसीह ने वो अनुग्रह पीछे हटा दिया है। പ്രീസലോട് എന്ത് പറയാനാ, അവസാനം അവർ ആ ഈ ദേശം വിട്ട് ഓടിപ്പോകേണ്ട ഇട വന്നു. और इसका बाली यही है, ये देश छोड़कर जाने का अवस्था उनका जीवन में आया है.
ദൈവസന്നിധി വിട്ട് അകന്നു കഴിഞ്ഞാൽ ദൈവം ദേശത്തിൽ നിന്നും ചിതറി. मसीह की ओर से जाएगा तो मसीह ने उनका तितर-बितर कर देता है. ഇല്ലെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയേ, ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. ആവർത്തനം 8-ന്റെ 12. 8वां अध्याय उसका 12वां पद. ആമേൻ. അവിടെ നിന്ന് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവം കാണാൻ കഴിയും. ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്ന സംസാരം 8-ന്റെ 12 മുതൽ ഇങ്ങനെ വായിക്കുന്നു: നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും. 12वां पद में व्यवस्था विवरण 8वां अध्याय 12वां पद में ऐसा ना हो कि जब तू खाकर तृप्त हो और अच्छे अच्छे घर बनाकर उनमें रहने लगे. നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും. 13वां पद में लिखा तो और तेरी गाय बोलो और भेड़ बकरियों की बढ़ती हो और तेरा सोना चांदी और तेरा सब प्रकार का धन बढ़ जाए. നിന്നെ അടിമ വീടായ മിസ്രയിൽ നിന്ന് പുറപ്പെടുവിക്കുകയും तब तेरा मन में अहंकार समा जाए और तू अपने परमेश्वर यहोवा को भूल जाए जो तुम दासत्व के घर अर्थात मिस्र देश से निकाल लाया है. അഗ്നി സർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരതുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൻകൽ പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും और उस बड़े और भयानक जंगल में से ले आया है जहां तेज विषवालों सर्प और बिच्छू है और जल रहित सूखे देश में उसने तेरे लिए चकमय की चट्टान से जल निकाला. അങ്ങ് താഴോട്ട് വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാം, ദൈവം നിന്നെ ഇങ്ങനെ അനുഗ്രഹിച്ച് നിന്നെ വർദ്ധിപ്പിക്കുമ്പോൾ നീ ദൈവത്തെ മറക്കരുത്. और नीचे के भाग में हम पाया जाता है परमेश्वर ने तुम्हारा अवस्था को बदल डालकर अनुग्रह दिया देता है. अनुग्रह की चट्टान से खाते पीते रहते हैं. यहोवा परमेश्वर को तो भूलना नहीं. നീ മറന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ കൊണ്ടുവന്ന ഈ ദേശത്തിൽ നിന്ന് ഞാൻ നിന്നെ ചിതറിച്ചു കളയുമെന്ന് ദൈവം പറഞ്ഞു. तू यहोवा को भूल जाएगा तो त्याग करेगा तो तुमको देश से तुमको हटा देंगे. ഇസ്രായേൽ ജനങ്ങളെ ദൈവം നടത്തിയ വഴികളെ ദൈവം അവർക്ക് വ്യക്തമായിട്ട് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുക. इस्राएलियों को चलाया हुआ यहोवा परमेश्वर ने खड़ी खड़ी उनको याद दिलाता है. എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ കടന്നു വന്നതായ പാതകൾ ഒരിക്കലും മറക്കരുത്. प्यारो मेरा मित्रों, मैं एक बात चेतावनी देता है. हम कहां से आया है, अभी का हाल क्या है, ये भूलना नहीं. അതെ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ആയിരുന്നത്, ദൈവത്തോട് നിലവിളിച്ചത്, പ്രാർത്ഥിച്ചത്, ഉപവസിച്ചത് ഒരിക്കലും മറക്കരുത്. और मसीह का साथ उपवास किया, प्रार्थना किया, चिल्लाया, सोया और रोया, रोनाहट प्रभु ने तुमको बदल डाला, ये भूलना नहीं. നാം മറന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും അനുഗ്രഹത്തിന് പകരം, നന്മയ്ക്ക് പകരം തിന്മ കടന്നു വരും. वो प्रभु ने दिए हुए वरदान या अनुग्रह तू भूल जाएगा तो प्रभु में से तुमको मिला हुआ वरदानों से तुमको हटा देंगे. ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ചപ്പോൾ അവർ ദൈവത്തെ മറന്നു. इस्राएलियों को प्रभु ने और दासत्व जीवितों में से रक्षा कर अनुग्रह की सौताई में लाया, भूल गया. प्रभु परमेश्वर को त्याग किया. അതുകൊണ്ടാണ് ഇവിടെ ദൈവവചനം പറഞ്ഞത്, നിങ്ങൾ തിന്ന് തൃപ്തരാകുമ്പോൾ നിങ്ങൾ മറന്നു പോകരുത്. इसी कारण में यहोवा ने कहा तुम खाते तृप्त होता है
अहंकार तुम्हारे जीवन में आना नहीं। അന്ന് ഒന്നുമില്ലാത്തത് കൊണ്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അത് മാത്രമായിരുന്നു ലക്ഷ്യം. उन्होंने उनका जीवन में कुछ ना कुछ है नहीं था, उसी घड़ी में वह स्वर प्रार्थना तुम्हारा लक्ष्य दे। ആദ്യകാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ ഭയഭക്തിയോടെ ആരാധിച്ച് ദൈവസന്നിധിയിലിരുന്നു. और हमारा पुरखाओं ने भय भक्ति के साथ परमेश्वर के चरणों पर बैठते थे। ആമേൻ. അടുത്ത തലമുറ വന്നപ്പോൾ അതൊരു അനുകരണമായി മാറി. ആ ആരാധന അനുഭവത്തിൽ നിന്നും അനുകരണമായി മാറി. और आगे पीढ़ी आया, अनुभव से आराधना किया हुए उनको आगे पीढ़ी पिताओं ने आराधना की उसको अनुकरण किया है। നോക്കിയേ, ഇന്ന് ഞായറാഴ്ചയുള്ള ആരാധനയും ഒരു ആചാരം പോലെയല്ലേ നടക്കുന്നത്. हम देखे और इतवार की संडे के दिन की आराधना एक मामूली तरफ ऐसे हो गया है। ആമേൻ. നാമധേയക്കാർ അവരുടേതായ പ്രമാണം വെച്ച് ആരാധിക്കുന്നു, നമ്മൾ ആ പ്രമാണം മനസ്സിൽ വെച്ച് ആരാധിക്കുന്നു. और नामधारियों ने लिखा हुआ लिखावत रखकर प्रार्थना करता है, हम हमारा मन अंदर करने से प्रभु को आराधना देता है। ദൈവത്തിന്റെ വചനം പറയുന്നത് ആമേൻ, അവർ അത് കാണിച്ചു ചെയ്യുന്നു, ഇവിടെ അത് കാണിക്കാതെ മറച്ചു വെച്ച് ചെയ്യുന്നു. उन्होंने नामधारियों ने दिखावट के दिखाकर उन्होंने आराधना करते हैं। हम विश्वास में आए हुए लोग चुपके रख के आराधना करते हैं। ഇന്ന് നടക്കുന്ന ആരാധന ക്രമത്തിൽ നിന്നും ഒരല്പ വ്യത്യാസം വരുത്തിയാൽ വിശ്വാസികൾ ചോദ്യം ചോദിക്കും. आजकल दिनों में आराधना की क्रमानुसार होते रहते हैं, उसमें अधिक से अधिक कुछ आएगा तो विश्वासियों ने उनको पूछताछ करते हैं। കാരണം വരിക, രണ്ട് പാട്ട് പാടുക, പ്രാർത്ഥിക്കുക, സങ്കീർത്തനം വായിക്കുക, സാക്ഷ്യം പറയുക, ഒരു പ്രസംഗം, അതാണ് ദിവസവും നടക്കുന്നത്. आजकल दिनों में आता है, प्रार्थना करते हैं, 2 गीत गाते हैं, 2 जन प्रार्थना करते हैं, भजन संगीत गीत गाते हैं और अंत में एक वचन देता है, समाप्त करते हैं। ये आचार्य रीति पर होता है। പിന്നെ സാക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ആഴ്ച വട്ടക്കാലം ദൈവം കാത്തു പരിപാലിച്ചു, ഈ ആഴ്ചയും കാത്തു പരിപാലിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാൻ പോവുക. और गवाही देता है, यही अभी चले हफ्ता हमको संभाल कर रखा, हमारे खानदानों परिवारों को सुरक्षित किया और सब कुछ दिया, सब सही है। अगले हफ्ता भी इससे भी बढ़कर जीने के लिए अवसर मिले, आप लोग हमारे लिए प्रार्थना करें, हम जाता है धन्य। ഇതാ സാക്ഷ്യം. ആ സാക്ഷ്യത്തിന് അത് പണ്ട് മുതൽ പറഞ്ഞ് പഠിച്ചു വന്നൊരു സാക്ഷ്യമാണ്. बहुत पगड़े से लेकर सिखाया हुआ सीखा हुआ एक गवाही है। പിന്നെ വീട്ടിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അന്ന് വന്ന് ഒരു പാട്ടും പാടിയിട്ട് കഴിഞ്ഞ ആഴ്ചക്കാലം വലിയ പോരാ നടന്നത്. और उन्होंने यही बात देता है, घर में कुछ गड़बड़ होता है, प्रश्न होता है, होएगा तो वो दिन एक गीत गाकर खड़ा होकर कहते हैं, हमारा घर में शैतान की काम किया होगा है। ആ വീട്ടിനകത്ത് തമ്മിൽ അടിയും ബഹളവും നടത്തിയിട്ട് സഭയിൽ പോയി പറയും, ആ കഴിഞ്ഞ ആഴ്ച വട്ടക്കാലം പിശാച് ഭയങ്കര പോര് നടത്തിയെന്ന്. घर में आपस में चिल्लाया और लड़ाया और मारपीट हुई और संडे के दिन इतवार के दिन आराधनालय में आकर कहते हैं, शैतान हमारा घर में घुस गया है और अन्य काम किया है। ആ പിശാച് ആ ഏരിയയിൽ പോലും പോയിട്ടില്ല, ഇവിടെ അകത്ത് കിടക്കുന്ന പിശാച, പിന്നെ എങ്ങനെ പുറത്തുള്ള പിശാച് അകത്തോട്ട് വരുന്നേ? और शैतान उनका घर का सामने वैसे भी नहीं गया, घर की अंदर शैतान है, वो शैतान आपस में लड़ने दिया। ഈ സാക്ഷ്യം കഴിയുമ്പോ വെളിയിൽ കാത്തു നിൽക്കുന്ന പിശാച് പറയും, ആ കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നില്ല, എന്തായാലും ഈ ആഴ്ച നീ വിളിച്ചതുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിൽ വരാം. और शैतान होने के लिए जागते हैं, बाहर खड़ा है, मैं तुम्हारा घर में आया नहीं था, लेकिन तूने मुझे को बुलाया, इसी कारण में ये हफ्ता में तुम्हारा घर में आना मैं चाहता हूँ। വഴി കിടക്കണ പിശാചിനെ വിളിച്ചു വരുത്തി വീട്ടിൽ വഴക്കുണ്ടാക്കുക, ഇതാ അനുഭവം. आज के दिन में विश्वासीगणों की अनुभव यही है, जाते हैं, गए हैं, वो शैतान को अपना घर में बुलाते हैं।
പ്രിയമുള്ളവരെ, നമ്മുടെ പാരമ്പര്യം അല്ലെങ്കിൽ അറീതി റിവാജിനെ ഒന്ന് മാറ്റി നാം ആത്മാവിനെ അനുസരിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. प्यारो, मैं आपको यही बात चेतावनी देना चाहता है। परंपरागत में आराधना किया करता है, वो त्याग करे, मसीह में से कुछ प्राप्त कर आराधना शुरू करे। എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതാ, നിന്റെ സഭയിൽ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ നീ വിട്ടുകൊടുത്താൽ മതി, ബാക്കി പരിശുദ്ധാത്മാവ് നോക്കിക്കോളാം, നീ നിയന്ത്രിക്കണ്ട. परमेश्वर के दास ने चलाता हुआ जो आराधनालय में जो बात आता है मसीह की और पूछताछ की, तब हुआ पवित्र आत्मा उनका कहने लगा, तू पवित्र आत्मा के हाथ में समर्पण करे, पवित्र आत्मा कार्य करेंगे। കാരണം നീ നിയന്ത്രിക്കാൻ പോയി കഴിഞ്ഞാൽ, നീ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമായി തീരും. ഞാൻ കൺട്രോൾ ചെയ്തോളാം, നീ നോക്കി നിന്നാ മതി. और तूने उनको सादा सीधा में लाने के लिए प्रयत्न करेंगे, जो वृद्ध रहेंगे, लेकिन मैं उसको सादा सीधा कर दूंगा, तुम देखते रहो। ആവശ്യമില്ലാത്തതിനെല്ലാം ദൈവം തൂക്കിയെടുത്ത് വെളിയിലെറിയും, ആവശ്യമുള്ളതിനെ ദൈവം അകത്തിരുത്തും. जरूरत क्या कितना को होता है, जो जरूरत वालों को और बैठा देंगे, जरूरत नहीं होता है उनको बाहर निकालवा देंगे। കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത്, കർത്താവ് പറഞ്ഞ ഉപമ ഇങ്ങനെ, കടലിലേക്ക് വല എറിഞ്ഞിട്ട് അതിൽ കയറി വരുന്ന എല്ലാ മീനിനെയും അവർ കൊണ്ടുവരത്തില്ല. और समुद्र में दरिया में जाल बिछाते हैं, जो जाल के अंदर हर प्रकार की मच्छी आते हैं, लेकिन सारे मच्छियों को घर में नहीं लाते हैं। ആമേൻ. അതിൽ ചിലതെല്ലാം തെരഞ്ഞെടുക്കും, ബാക്കിയെല്ലാം അങ്ങ് കടലിൽ കളയും. कुछ ना कुछ जरूरत है, हमारा आवश्यकता होता है, जो मच्छी को घर पे लाता है, बाकी तो और समुद्र में डाल देते हैं। ഞാൻ 22 വർഷം കടൽക്കരയിൽ ആയതുകൊണ്ട് ഞാൻ ഇതെല്ലാം കണ്ടിട്ടുണ്ട് ഒത്തിരി. परमेश्वर के दास ने समुद्र के किनारे में 22 वर्ष जीवन बिताया, इसी कारण में इसका बारे में मालूम है। ആ യേശുവിന്റെ ഉപമയില്ല, എനിക്ക് അത് വ്യക്തമായിട്ട് എനിക്ക് കണ്ട് മനസ്സിലാക്കുവാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. यीशु मसीह के नमूना बताया है, वो आंख से देखते हुए वो चकना पड़ा है। അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാറ്റിനെയും ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ നല്ലതിനെ കൂടെ ഈ ചീത്ത നശിപ്പിച്ചു കളയും. सबको एक जाल में डालेगा तो अच्छे चीजों को ये बुरे चीज सत्यानाश करते हैं। അതുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് അങ്ങ് കൊടുക്കുമ്പോൾ ദൈവം ആവശ്യമില്ലാത്തതിനെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നല്ലതിനെ മാത്രം കൂട്ടിച്ചേർക്കും. इसी कारण में मसीह के हाथ में हम दिया देंगे, अच्छे अच्छे चीजों को अपना वो जाल से अपना घर में लाते हैं, बाकी समुद्र में डाल देते हैं। കാരണം ഈ ഇസ്രായേൽ ജനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇവർ ഒരു മിക്സ്ഡ് പീപ്പിൾ, എല്ലാം എന്താ പറഞ്ഞ ഒരു കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു കൂട്ടം. और इसराइलियों के बारे में हम आनंद करते हैं, सम्मिश्र जाति है, इसी अरे, कारण में प्रभु को यहाँ पर कुछ काम नहीं कर सकते हैं। കാരണം അവിടെ മിസ്രൈമിൽ നിന്ന് വന്നപ്പോൾ ഈ ഇസ്രായേൽ ജനം മാത്രമല്ല വന്നത്, അവിടെ ഇരുന്ന ഒരു ആമേൻ മിശ്ര ജനവും കൂടെ വന്നു. कारण यही है, वहां से मिस्र देश होकर आया है, केवल इस्राएलियों नहीं अन्य जातियों भी वहां पर आया है। അതുകൊണ്ടാണ് ആമേൻ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടതിൽ 20 വയസ്സിന് മുകളിലുള്ള ആരും, 2 പേരൊഴിച്ച് ആരും ആ കനാൻ ദേശത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. इसी कारण में बाइबल में हम पाया जाता है 40 वर्ष के बाद में वो प्रतिज्ञा के कनान देश में आया, तब 20 वर्ष की ऊपर कितने लोग थे, वो सारे लोगों को मरुस्थल में सधाया है, केवल 2 ही जन और प्रतिज्ञा के देश में पहुंच गया है। അവൻ കൊണ്ടുവന്ന മോശയ്ക്ക് പോലും അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല, പക്ഷേ 2 പേർ അവിടെ എത്തിപ്പെട്ടു. उनको मिस्र देश से निकाल कर लाया हुआ मूसा भी और प्रतिज्ञा की कनान देश में आया नहीं, केवल 2 ही जन वहां पर पहुंच गई है। അങ്ങനെയെങ്കിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഒന്നുകൂടെ ദൈവസന്നിധിയിൽ താഴ്ത്തി പരിശോധിക്കുന്നത് നന്നായിരിക്കും. मैं आपको एक चेतावनी देना चाहता हूं, मानो के हम भयभीत के साथ मसीह को स्तुति आराधना करने के लिए आए,
नहीं है तो हमारा हाल भी ऐसे दुखित रहेंगे. ദൈവം ഇറക്കി കൊണ്ടുവന്നത് ശരിയാ. ആമേൻ. പൗലോസ് പറയുന്നു, അവർ ഒരേ ആത്മീക ആഹാരം കഴിച്ചു, ഒരേ ആത്മീക ജലം കുടിച്ചു, അവർ സ്നാനപ്പെട്ടു, പക്ഷെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. इसी कारण में प्रेरित पौलुस ने यही बात दी. इन्होंने मिस्र देश से एक ही सोता से एक ही पानी पिया, एक ही खाना खाया, सब एकता में थे, लेकिन सब लोग प्रतिज्ञा की देश में नहीं पहुंचा है. അതെ, ആമേൻ. നാമും ആ സ്വർഗീയ കനാനിലേക്ക് ഉള്ള യാത്രാ മധ്യയാണ് നമ്മെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. इसी कारण में हम भी प्रतिज्ञा की देश में जाने के लिए तैयारी है. तैयार के साथ रहो, वहां पर पहुंचाएगा. അതെ, മിസ്രൈമിൽ അവർ കഷ്ടപ്പെട്ട് നിലവിളിച്ചു, പ്രാർത്ഥിച്ചു, ദൈവത്തോട് കരഞ്ഞു. मिस्र देश में और दासत्व में थे, उन्होंने चिल्लाया, पुकारा और रोने लगा, यहोवा की और सामर्थ्य के लिए मांगा. यहोवा ने उनको चिल्लाहट को सुना है. അതുകൊണ്ടാണ് മോശയോട് ദൈവം പറഞ്ഞത്, ഞാൻ അവരുടെ കഷ്ടത കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. इसी कारण में यहोवा ने मूसा से कहने लगा, इस्राएल जिन लोगों का गिड़गिड़ाहट में सुना है, उनका कष्ट को मैं देखा है, उन्होंने इतने पीड़ित है, मैं उनको वहां से निकालने के लिए मैं आया है. നോക്കിയേ, അവർ ദൈവത്തോട് നിലവിളിച്ചു, അവരുടെ പീഡനം കൂടിയപ്പോൾ അവരുടെ സമയം കഴിഞ്ഞു, വിടുതലിന്റെ സമയം കഴിഞ്ഞിട്ടും വിടുവിക്കപ്പെടാൻ ആളില്ലാതെ കിടക്കുമ്പോൾ അവർ നിലവിളിക്കാൻ തുടങ്ങി. उनको ये पीड़ित में थे, वो पीड़ा में उनको उद्धार देने के लिए, उन्हीं के लिए काम किया करने के लिए कोई किसी को देखा नहीं. इनके उद्धार देने के लिए यहोवा परमेश्वर ने पृथ्वी पर आया है, मूसा को चुन लिया है. ഇന്നും എന്റെയും നിങ്ങളുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയേ, ദൈവം വിടുവിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ആ വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ കിടക്കുന്ന അവസ്ഥയാണോ? आजकल दिनों में हम देखे और यहोवा हमको छुटकारा देने के लिए चाहता है, छुटकारा के लिए मसीह आया है, लेकिन छुटकारा नहीं मिलता तो हम गुलाम में अभी भी रहते हैं. അവൻ ഇസ്രായേൽ ജനങ്ങളോട് അല്ലെങ്കിൽ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത സമയം കഴിഞ്ഞിട്ടും അവർ വിടുവിക്കപ്പെടാതെ അവിടെ അടിമത്തത്തിൽ കിടക്കുക. यहोवा परमेश्वर ने इब्राहिम से वायदा दिया है, वाचा बनाया है, तेरी संतानों को छुटकारा देगा, उद्धार देगा, लेकिन फिर भी यो लोग गुलाम में है, दासत्व में है. അപ്പോൾ അവിടുത്തെ ജനം ദൈവത്തോട് നിലവിളിച്ചു, അവർ കരഞ്ഞു, അവർ ദൈവത്തോട് തങ്ങളുടെ അവസ്ഥകൾ വിവരിച്ചു. उस घड़ी में ये इस्राएलियों ने यहोवा की ओर चिल्लाया, प्रार्थना किया, सुबगाया, गिड़गिड़ाया. यहोवा परमेश्वर उनका गिड़गिड़ाहट सुना है. അങ്ങനെയാണ് ആമേൻ ആ സമയത്ത് മോശയുടെ ജനനം നടക്കുന്നത്. ऐसी अवस्था में समय में मूसा की जन्म हुई है. നമുക്കറിയാം, ആമേൻ വളരെ പ്രശ്നവും പ്രതികൂലവും ഉള്ള സമയത്താണ് മോശയുടെ ജനനം. हमको जानकारी है, इतनी प्रश्न, इतनी वेदना, दुख भरी अवस्थाओं में मूसा की जन्म हुई है. ആമേൻ. അത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നടന്നുവെങ്കിലും ആ കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടിയുള്ളതെന്ന് ആ അമ്മയപ്പന്മാർക്ക് അറിയാമായിരുന്നു. ऐसी परिस्थिति में ये मूसा जन्मा, लेकिन यहोवा परमेश्वर ने इनका माता पिता के मन में यहोवा की भय दिया. भय के आधार पर यहोवा ने ये मूसा को बचाने के लिए माता पिता की हृदय में अनुमति दी. കാരണം ആ മാതാപിതാക്കൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ കഷ്ടതയിൽ നിന്നും വിടുതൽ നൽകുവാൻ വേണ്ടി ദൈവം നൽകിയതാണ് ഈ പൈതലിനെ. माता पिता को ये बात अनुभव हुई, इस्राएलियों को रोनाहट, चिल्लाहट, वेदना, दुख देखते हुए उनको छुटकारा देने के लिए यहोवा की आज्ञा के आधार पर ये बेटा जन्मा है, उनको उद्धार दूंगा.
അതുകൊണ്ട് ആ അമ്മയും അപ്പനും ആ മോശയെ വളർത്തിയതും, അല്ലെങ്കിൽ മോശ മിസ്രൈമിൽ വളർന്നുവെങ്കിലും അവന്റെ ദൗത്യം എന്തെന്ന് ആ അമ്മയപ്പന്മാർ അവന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. इसी कारण में मूसा के माता पिताओं ने तू आगे करने का काम कार्य ये बेटा को स्पष्ट रीति पर बातचीत कर दी है. നമ്മുടെ മക്കൾക്കും അവരുടേതായ ഉത്തരവാദിത്വങ്ങൾ എന്തെന്ന്, ദൈവം എന്തിനാണ് അവരെ ആമേൻ ഈ ഭൂമിയിൽ അയച്ചതെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കടമ മാതാപിതാക്കൾക്കുണ്ട്. माता पिताओं को एक लक्ष्य, एक जिम्मेदारी है. आगे के दिनों में हम कैसा हाल होना चाहिए, जिंदगी कैसे होता है, बातचीत कर बता कर देना फर्ज हमारा है. അതുകൊണ്ട് മോശ വളർന്നപ്പോൾ മിസ്രൈമിലാണെങ്കിലും അവന്റെ സഹോദരങ്ങളെ, അവന്റെ ജനത്തെ അവന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. इसी कारण में मूसा मिस्र देश में थे, फिर भी माता पिताओं ने बचपन में उनको कहने लगा, वो बात के आधार पर मूसा अपना भाइयों को देखने के लिए, मिलने के लिए बाहर निकला है. അതുകൊണ്ടാണ് ആ മോശ ആമേൻ മിസ്രൈമിന്റെ അടിമത്വത്തിൽ നിന്ന് ഈ ജനത്തെയും കൊണ്ട് ഇതാ വീണ്ടും ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. इसी कारण में गुलाम में रहे हुए लोगों को वो दासत्व जीवनों में से रक्षा कर उनको छुटकारा दिया लाया है. वो लोगों को पकड़ कर यहोवा के सामने मूसा खड़ा हुआ है. അപ്പോ ആ പ്രൈസലോട് അവസ്ഥയിലാണ് ഇപ്പോൾ ദൈവവുമായിട്ട് മോശ സംസാരിക്കുമ്പോൾ ജനം അവരുടെ വഴിയിൽ നടക്കാൻ തുടങ്ങി. वही हाल में मूसा ने यहोवा की ओर बात करते ही रहा, तब ये लोगों का जीवन हाल बहुत गंभीरता में है. ആമേൻ. തുടർന്നുള്ള ഭാഗം നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. बाकी भाग अगले दिनों में हम मनन करें, आंख बंद करें, हम एक शब्द प्रार्थना करें. ഒരു സമയത്തുണ്ടായിരുന്ന പ്രാർത്ഥനയും ഉപവാസവും നിലവിളിയും ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടോ? हम यीशु को अपनाया, हमारा बाल बचपन के समय में प्रार्थना किया, उपवास किया, रोया. ये अनुभव आजकल दिनों में हमारे में है नहीं है. ഇന്ന് സുഖ സൗകര്യങ്ങൾ ലഭിച്ചപ്പോൾ അതിൽ നിന്ന് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? आजकल दिनों में सुख और रहना, खाना पीना, रहने की अवस्था में आया, मसीह में से हम दूर चले गया. നമ്മെ ഒന്ന് പരിശോധിച്ച് നോക്കി. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് മടങ്ങി വരാം. अपने आप को जांच ले, ऐसा होवे तो वापस आए. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ആ പഴയ ആത്മീക ഉണർവിലേക്ക്, ആത്മീക സന്തോഷത്തിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരാം. हम परमेश्वर के से जागे, हे परमेश्वर तुमको त्याग किया तो हम आपस में आकर, वापस आकर परमेश्वर की ओर से अनुग्रह प्राप्त करने के लिए आ रहा है. ദൈവവചനം പറയുന്നു, നിങ്ങൾ തൃപ്തരായി കഴിഞ്ഞിട്ട് ദൈവത്തെ മറക്കരുത്. मसीह की चेतावनी ये है, खाते पीते रहते संतृप्त होता है, मसीह को त्याग ना करे. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. मसीह के हाथों में हम समर्पण कर दे, प्रार्थना करे. സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. हे स्वर्गीय परमपिता, अच्छे दिन, अच्छे समय, ये समय के लिए हम धन्यवाद देता है. ഇന്ന് പകൽക്കാലവും കർത്താവ് ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം. आज सुबह ही वक्त तू हमारा साथ बातचीत की, इसी कारण में धन्यवाद. അതിനനുസരിച്ച് എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. वचन जितनों ने सुना है, सबों को तेरी हाथ में समर्पण कर देते हुए प्रार्थना करते हैं. ഈ വചനപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തുമാറാകണം. ये वचन के आधार पर जीने के लिए प्रत्येकों को अनुमति दे, हम प्रार्थना करते हैं. പകൽക്കാലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. आज सुबह के वक्त पिता पुत्र पवित्र आत्मा के नाम में आशीष देते हुए हम प्रार्थना करते हैं. അവിടുത്തെ വചനപ്രകാരം മുന്നേറുവാൻ എല്ലാവരെയും അവിടുന്ന് സഹായിച്ചാട്ടെ. तेरे वचन के आधार पर आगे जाने के लिए सबको अनुमति दिया दे, धन्यवाद. ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. सेवकाई के लिए हमें बलबंद दी, इसी कारण में धन्यवाद.
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. यीशु मसीह के नाम में आमेन.